ഇപ്പോൾ മേജർ ജനറൽ എം ഇന്ദ്രബാലൻ നാളെ ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് മേജർ ജനറൽ എം ഇന്ദ്രബാലനാണ്. പാലക്കാട് സ്വദേശിയാണ്, മലയാളിയാണ്. അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നു. അദ്ദേഹം ബാംഗ്ലൂരിൽ ഫ്ലൈറ്റ് ഇറങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമസ്കാരം ശ്രീ ഇന്ദ്രബാലൻ, അങ്ങ് ബാംഗ്ലൂരിൽ എത്തിയോ? ഓക്കെ, ഐ നോ. ഓക്കെ, താങ്ക് യു സർ. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ്. അങ്ങേക്ക് ഔദ്യോഗികമായ കത്ത് കിട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ശരിയല്ലേ? ഓക്കെ, വണ്ടർഫുൾ. ഓക്കെ, സോ ഇനി അടുത്ത നടപടി എങ്ങനെയാണ്? അങ്ങ് ബാംഗ്ലൂരിൽ നിന്ന് നേരെ ഷിരൂരിലേക്ക് ഇന്ന് പോകുമോ അതോ നാളെ രാവിലെ പുറപ്പെടുമോ? നാളെ രാവിലെ പുറപ്പെടുള്ളൂ. ഇന്ന് ഇവിടെ കുറച്ച് പ്രിപ്പറേഷൻസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഞാൻ അവിടെ ഒരു ഉച്ചയാകുമ്പോഴേക്കും എത്താൻ നോക്കുകയാണ്. നമ്മുടെ ടീം ഇസ് വാട്ട് ഈസ് കമ്മിങ് ഫ്രം ഡൽഹി. ഡൽഹിയിൽ നിന്നാണ് വരിക. അവർ ബൈ ഫ്ലൈറ്റ് ആണോ എത്തുക? ബൈ എയർ? ട്രൈങ് ടു കം ബൈ എയർ. ഇതിന്റെ ബാറ്ററി കൊണ്ട് മാത്രം കുറച്ച് പ്രശ്നമുണ്ട്. സോ അത് സിവിൽ ഏവിയേഷൻകാർ അവിടെ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ എന്ന് അറിയില്ല. വി ആർ ട്രൈങ് ടു സെൻഡ് വൺ സെറ്റ് ബൈ ട്രെയിൻ ടു നൈറ്റ് ഓർ ടുമോറോ മോർണിംഗ് ആസ് എ സേഫ്റ്റി മെഷർ. സെക്കൻഡ് സെറ്റ് നമ്മൾ അവിടുന്ന് കൊണ്ടുവരും ബൈ ഫ്ലൈറ്റ്. അവർ ഫ്ലൈറ്റിൽ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ദേ വിൽ ബി ബാറ്ററി വിൽ ഓൾസോ കം ബൈ ഫ്ലൈറ്റ്. അതർവൈസ് വിൽ ഹാവ് ടു വെയിറ്റ് ഫോർ ദി ബാറ്ററി ടു ഫെച്ച് ബൈ ട്രെയിൻ. വണ്ടർഫുൾ. അപ്പോൾ നാളെ നമ്മൾ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള GPS തെരച്ചിലായിരിക്കും പ്രധാനമായിട്ടും നടത്തുക. അവിടെ ഡ്രോൺ എത്തിക്കഴിഞ്ഞാൽ വിൽ ബി ഒബ്വിയസ്ലി ഡ്രോൺ ഉപയോഗിച്ചിട്ട് ഇറ്റ് ഹാസ് ഗോട്ട് ഗ്രൗണ്ട് പെനിട്രേഷൻ ഫെസിലിറ്റി. അതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അതായത് ഈ ഡ്രോൺ കൊണ്ടുവരുന്നതാണ് നാളെ, അത് 2 ഘട്ടമായിട്ടാണ് എത്തിക്കുന്നതാണോ? അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ ഒന്ന് തന്നാൽ നന്നായിരിക്കും. നമ്മൾ 2 ഡ്രോൺ കൊണ്ടുവരികയാണ്. ഫുൾ എക്വിപ്മെന്റ് എല്ലാം വരും. ബാറ്ററി മാത്രമായിരിക്കും പ്രശ്നം എയർക്രാഫ്റ്റ് എടുക്കുന്നത്. വി ആർ ട്രൈങ് അവർ ബെസ്റ്റ് ടു റിക്വസ്റ്റ് സിവിൽ ഏവിയേഷൻ ടു അലൗ us to bring the batteries. അവർ അലൗ ചെയ്താൽ എല്ലാം ഒരുമിച്ച് വരും, അല്ലെങ്കിൽ ബാറ്ററി മാത്രമായിട്ട് ട്രെയിനിൽ വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാളെ ഉച്ചയോടുകൂടി നമുക്ക് ഈ ഡ്രോണിൻ്റെ ഒരു സെറ്റ് ബാറ്ററിയും നമ്മളുടെ സംഘാംഗങ്ങളിൽ ചിലരും അവിടെ എത്തും. അങ്ങും ഉച്ചയോടുകൂടി നാളെ അവിടെ എത്തും. അതിനുശേഷം നമുക്ക് ഏകോപിപ്പിച്ച് തുടങ്ങിയാൽ ഉച്ച കഴിഞ്ഞ് നമുക്ക് ആ തെരച്ചിൽ തുടങ്ങാൻ സാധിക്കും, അല്ലേ? ഈ ദൃശ്യങ്ങളും അങ്ങ് ആ സ്ഥലത്തിൻ്റെ ലൊക്കേഷനും ഒക്കെ പൂർണ്ണമായും കണ്ടു കാണുമല്ലോ. ഇപ്പോൾ റിപ്പോർട്ടർ തുടർച്ചയായിട്ട് 90 മണിക്കൂർ ആ ദൃശ്യങ്ങൾ ഏരിയൽ വ്യൂ അടക്കം നൽകുന്നുണ്ട്. അതും കണ്ടിട്ടുണ്ടാവുമല്ലോ, അല്ലേ? നന്നായി റിപ്പോർട്ടിൽ അതെല്ലാം കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു സാധ്യത ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്, അല്ലേ? ആ പുഴയുടെ മധ്യത്തിൽ 120 മീറ്റർ അപ്പുറത്തുള്ള മൺകൂന, അതാണൊരു വലിയ സാധ്യത. അങ്ങനെ അങ്ങ് കരുതുന്നുണ്ടോ? മാക്സിമം പോസിബിലിറ്റി അതിലാവട്ടാനായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഡ്രോൺ വെച്ചിട്ട് അത് അവിടെ നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും ആ ഇതിലുണ്ടോ ഇല്ലയോ എന്ന്. ഗ്രേറ്റ്. ഏകദേശം 2.5 കിലോമീറ്ററോളം താഴ്ചയിൽ നമുക്ക് ഇതിന്റെ സിഗ്നൽ ലഭിക്കുമെന്നാണോ അങ്ങ് പറയുന്നത് ഈ ഡ്രോണിന്റെ? 2.5 കിലോമീറ്റർ ഇസ് ദി റേഞ്ച് ഓഫ് ദ ഡ്രോൺ. ഓക്കെ. അപ്പം ഈ GPRSന്റെ സിഗ്നൽ വെള്ളത്തിലുള്ള ഒരു ലോഹ ഒബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കും, അല്ലേ? അപ്പം അതായത് നമുക്കവിടെ നേരിട്ട് പോവാതെ നമുക്ക് അത്ര കിട്ടുള്ളൂ, ഇപ്പോൾ 20 മീറ്റേഴ്സ്. പക്ഷേ ഡെപ്ത് എത്രയാണ്? 20 മീറ്റേഴ്സോ? ഓക്കെ, അതിനകത്തൊരു ക്ലാരിറ്റി കുറവുണ്ട് സാർ. ഞാനത് മെസ്സേജ് ചെയ്യാം, എനിക്ക് കിട്ടിയിട്ടില്ല. എത്ര ഡെപ്താണ്? ദാറ്റ്സ് എ വൈറ്റൽ ഇൻഫർമേഷൻ. എത്ര ഡെപ്താണ് കിട്ടുക സാർ നാളെ ഈ GPR ക്ഷമിക്കണം? ഡെപ്ത് കിട്ടിയിട്ടുണ്ട്. ഡെപ്തിൽ ഐറ്റം നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഫോറൻ ചർച്ചയ്ക്ക്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ കോൺഫിഡൻസ് വരുന്നത്. ഓക്കെ 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 താങ്ക് യു ഇന്ദ്രബാലൻ. ഞാൻ വൈകിപ്പിക്കുന്നില്ല. അങ്ങ് എന്തായാലും യാത്ര തുടർന്നോളൂ. നാളെ രാവിലെ പുലർച്ചെ അങ്ങ് ശിരൂരിലേക്ക് ഉച്ചയോടുകൂടി എത്തിച്ചേരും. മെഷീനറികളും GPS സംവിധാനവും അവിടെ ഉണ്ടാവും.